പ്രാചീന കേരളത്തിലെ നികുതി ഘടന കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അതിശയം തോന്നാവുന്നതാണ്. അതായത് സ്വാതി തിരുനാളിന് കുറേ നികുതികൾ പിൻവലിച്ചു. അതിനുശേഷം 110ഓളം നികുതികൾ ഉത്തരം തിരുനാളിൻ്റെയും ആയില്യം തിരുനാളിൻ്റെയും കാലത്തൊക്കെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 200-ലേറെ പ്രാകൃതമായ നികുതികൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. ചെത്തുന്നതിന് നികുതി, ചെത്തിയെടുക്കുന്ന കള്ള് കുറുക്കി കരിപ്പെട്ടിയാക്കുന്നതിന് നികുതി ഉണ്ടായിരുന്നു. തെങ്ങിൽ കയറുന്നതിന് നികുതി ഉണ്ടായിരുന്നു. മീശ വയ്ക്കുന്നതിന് നികുതി ഉണ്ടായിരുന്നു. ആഭരണം ധരിക്കുന്നതിന് നികുതി ഉണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഒരു അതിപ്രാകൃതമായ രീതിയിൽ നികുതി ഏർപ്പാടാക്കുന്ന, നികുതി പിരിച്ചിരുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം. അത്തരത്തിലൊരു നികുതി സമ്പ്രദായത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ നികുതിയുടെ പേര് പൂച്ചക്കാണം. പൂച്ചക്കാണം എന്ന് പറയും പൂച്ചയ്ക്കുള്ള നികുതി തന്നെയാണ്. പക്ഷെ അത് പൂച്ച വളർത്തുന്നവരല്ല കൊടുക്കേണ്ടത്. കാര്യം പൂച്ച വളർത്തുന്നത് രാജാവാണ്, നികുതി കൊടുക്കേണ്ടത് പ്രജയാണ്. അതിനൊരു വലിയ രസകരമായൊരു ചരിത്രമാണ് ഇന്ന് പൂച്ചക്കാണത്തിലൂടെ അവതരിപ്പിക്കുന്നത്. മലബാറിൽ നമുക്കറിയാം, മലബാറിലെ അതിശക്തരായ ഒരു രാജവംശമായിരുന്നു കോലത്തിരി. ഈ കോലത്തിരിയിൽ നിന്നാണ് തിരുവിതാംകൂറിലേക്ക് ദത്തെടുക്കുന്നത്. ഇവിടെ ആൺകുട്ടികളോ പെൺകുട്ടികളോ ഇല്ലാതെ വരുമ്പോൾ പെൺകുട്ടികളെ ദത്തെടുക്കുകയും അവരിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് രാജഭരണം കൊടുക്കുകയും ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അമ്മ കോലത്ത് നാട്ടിൽ നിന്ന് ദത്ത് വന്നതാണ്. ഉമയമ്മ റാണിയുടെ കാലത്ത് നിരവധി ദത്തുകൾ കോലത്ത് നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ പുരുഷന്മാർ വരെ ദത്തെടുത്തിട്ടുണ്ട്. അതായത് മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഇവിടെ ഭരിച്ച തലശ്ശേരി പ്രിൻസ് എന്ന് പറയുന്ന രാമവർമ്മ കോലത്ത് നാട്ടിൽ നിന്ന് ദത്ത് വന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയെയും കൂടി ദത്തെടുത്തു. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരം ഏറ്റെടുത്ത കാർത്തിക തിരുനാൾ രാമവർമ്മ. അങ്ങനെ നിരവധി ദത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നത്. അതിൽ കൂടുതൽ ദത്ത് അവിടെ നിന്ന്, അതായത് കോലത്തിരിയും തെക്കോട്ടാണ്. ഈ കോലത്തിരിയുടെ ഒരു പ്രവിശ്യയായിരുന്നു പിൽക്കാലത്ത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായി മാറിയ അറയ്ക്കൽ രാജവംശം. മുസ്ലിം രാജവംശമാണ്. അവിടുത്തെ ഒരു പ്രത്യേകത ആണിനും പെണ്ണിനും അധികാരമുണ്ടതാണ്. കുടുംബത്തിലെ തലമൂത്ത ആണാവട്ടെ പെണ്ണാവട്ടെ അധികാരമേൽക്കാം. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക പേരുണ്ട്. രാജാവാണ്, പുരുഷനാണ് അധികാരമേൽക്കുന്നത്, അറയ്ക്കൽ രാജ എന്നും. ഇനി സ്ത്രീയാണ് അധികാരം, അറയ്ക്കൽ ബീവി എന്നും അവർ പറയും. അങ്ങനെ അറയ്ക്കൽ രാജവംശമാണ് കേരളത്തിലെ ഏക ഇസ്ലാമിക രാജവംശം. ഈ രാജവംശം കണ്ണൂർ കേന്ദ്രീകരിച്ച് ശക്തമായതോടുകൂടി ഏകദേശം കോലത്തിരിയിൽ നിന്നും വിട്ടുനിന്ന് സ്വയം ശക്തി ആർജിക്കുകയും ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയും ചെയ്യുന്നതോടുകൂടി അവരുടെ തലസ്ഥാന നഗരി അല്ലെങ്കിൽ അവരുടെ രാജ്യത്തുൾപ്പെട്ട കണ്ണൂര് ഒരു വലിയ തുറമുഖമായി വികസിക്കാൻ തുടങ്ങി. അന്ന് റോഡുകൾ വികസിക്കാതിരുന്നൊരു കാലം, കരവാഹനങ്ങൾ ഇല്ലാതിരുന്നൊരു കാലം, മോട്ടോർ വാഹനം സ്വപ്നത്തിൽ പോലും രൂപപ്പെടാതിരുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ ചരക്ക് നീക്കം മുഴുവൻ നടന്നതും യാത്രയിൽ ഏറെക്കുറെയൊക്കെ നടന്നതുമൊക്കെ ജലയാനങ്ങൾ വഴിയായിരുന്നു. അങ്ങനെ നിരവധി പായ്ക്കപ്പലുകൾ, അത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി നിരവധി പായ്ക്കപ്പലുകൾ കണ്ണൂർ തുറമുഖത്ത് അടുക്കുകയും കണ്ണൂർ തുറമുഖം ഒരു കച്ചവട കേന്ദ്രമായി വികസിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഈ കപ്പലുകളിൽ കൊണ്ടുവരുന്ന ചരക്കുകൾ സൂക്ഷിക്കുന്നതിന് പണ്ടികശാലകൾ ആവശ്യമായി വന്നു. അങ്ങനെ നിരവധി പണ്ടികശാലകൾ ഉയർന്നു വന്നു. അപ്പോൾ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക്കോ അതല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് സാധാരണ ജൈവ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പൊതിഞ്ഞു കെട്ടിയിരുന്നത്. അപ്പോൾ ഈ പണ്ടികശാലകൾ സൂക്ഷിക്കപ്പെട്ട സാധനങ്ങൾ മുഴുവൻ എലിയുടെ ആക്രമണത്താൽ ധാരാളം നഷ്ടം വരാൻ തുടങ്ങി. എലിയുടെ ശല്യം കാരണം പട്ടണം മുഴുവൻ, പണ്ടികശാലകൾ മുഴുവൻ തുറന്ന് അവർ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളൊക്കെ ചീത്തയാവുകയും നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ വലിയൊരു പരാതി കച്ചവടക്കാരിൽ നിന്ന് ഉയർന്നു വന്നു. അപ്പോൾ എലിവിഷമൊന്നും ഒരു പക്ഷേ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഏതായാലും അതിനെക്കുറിച്ചൊരു പരാമർശമില്ല. അങ്ങനെ ഇരിക്കവേ അപ്പോൾ ഇതിനെ എലിയെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായി സ്ഥാനത്തിന് തോന്നി. അങ്ങനെ
പലരുടെയും നിർദ്ദേശപ്രകാരം അതിന് പകരം എലിയുടെ ശത്രുവായ പൂച്ചയെ വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ രാജകിങ്കരന്മാർ നാടാകെ നടന്ന് നിരവധി പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ കണ്ണൂര് പണ്ടികശാലയ്ക്ക് ചുറ്റും പാർപ്പിച്ചു. പക്ഷെ ഈ പൂച്ചകൾക്ക് എല്ലാ സമയത്തും എലിയെ കിട്ടണമെന്നില്ല. അവയ്ക്ക് ഭക്ഷണമില്ലെങ്കിൽ അവ നാട് വിട്ടുപോകും. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവരൊരു കാര്യം ചെയ്തു. മീൻ പിടിക്കാനായി സമുദ്രത്തിലേക്ക് പോകുന്ന മുക്കുവർ അവർ മീൻ പിടിച്ച് തിരിച്ചു വരുമ്പോൾ ഓരോ മീൻ വീതം ഒരു കൗണ്ടറിൽ ഏൽപ്പിക്കണം എന്ന് ശുപാർശ ചെയ്തു. അങ്ങനെ ഉത്തരവ് പറഞ്ഞു. അപ്പോൾ മുക്കുവർ കാലത്തെ പോകുന്നു. കാലത്തെ പോയിട്ട് വരുമ്പോൾ ഒരു മീൻ കൗണ്ടറിൽ ഏൽപ്പിക്കണം. നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമുണ്ടല്ലോ. അപ്പോൾ വന്ന ആളുകൾ എന്ത് ചെയ്തു? മീന് ഏറ്റവും ചെറിയ നെത്തോലി പോലെയുള്ള ചെറിയ മീനുകളെ കൗണ്ടറിൽ കൊടുക്കാൻ തുടങ്ങി. ഇത് പൂച്ചകൾക്ക് തികയാതെ വന്നു. അങ്ങനെ പൂച്ചകൾ നാട് വിട്ടു പോകാൻ തുടങ്ങിയ ഒരു സമയം. അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വീണ്ടും രാജസ്ഥാനത്ത് ആലോചനകൾ തുടങ്ങി. അങ്ങനെ ആലോചിച്ചതിൻ്റെ ഫലമായി ഒരു തീരുമാനമെടുത്തു. ഒരു പൈ, അതായത് 192 1 രൂപയുടെ 192 പണം, അതാണ് ഒരു പൈ ഈടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കടലിൽ പോകുന്നവൻ ചൂണ്ടയിടാൻ പോയാലായാലും ശരി, വല വീശാൻ പോയാലും ശരി, ആളൊന്നിന് ഒരു പൈ വീതം കൗണ്ടറിൽ കൊടുക്കാൻ ശുപാർശയായി. അതോടുകൂടി അതിനൊരു പേര് വന്നു, പൂച്ചക്കാണം. പൂച്ചക്കാണ, അതായത് രാജാവ് വളർത്തുന്ന പൂച്ചകൾക്ക് മീൻ പിടിക്കാൻ പോകുന്ന മുക്കവർ കൊടുക്കേണ്ടുന്ന നികുതിയാണ് പൂച്ചക്കാണം. 192 പൈ കൊടുക്കണമെന്ന് ഉത്തരവായി. ഇതാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പൂച്ചക്കാണം എന്ന് പറയുന്ന നികുതി. വളരെ കൗതുകകരമാണ്. മീശയ്ക്ക് നികുതി കൊടുക്കുന്നത് പോലെ, ആഭരണം അണിയുന്നതിന് നികുതി കൊടുക്കുന്നത് പോലെ ഉള്ള ഒരു നികുതിയായി ഇത് പൂച്ചക്കാണ് അറിയപ്പെടുകയും ഇത് ഒരു പരിഹാസ പ്രയോഗമായി മലബാറിൽ മാറുകയും ചെയ്തു. ഇത് നിലനിന്ന രേഖാസ്പദമായി നമുക്ക് കിട്ടുന്ന തെളിവനുസരിച്ച് ഇത് ഒരു രാജ്യത്താണ് നിലനിന്നത്. ഇത് ഇന്നത്തെ അറയ്ക്കൽ രാജ്യം അന്നത്തെ അറയ്ക്കൽ രാജ്യമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ഏക മുസ്ലിം രാജ്യത്താണ് ഈ ഒരു കരം അല്ലെങ്കിൽ ഈ പൂച്ചക്കാണം എന്ന് പറയുന്ന നികുതി നിലനിന്നിരുന്നത്. ശ്രദ്ധിക്കുക, ഇത് രാജകീയ പൂച്ചകൾക്ക് വേണ്ടി പൂച്ച വളർത്തുന്നവർ കൊടുക്കേണ്ട നികുതി അല്ല. രാജാവ് വളർത്തുന്ന പൂച്ചകൾക്ക് പ്രജകൾ, പ്രത്യേകിച്ച് മുക്കുവർ കൊടുക്കേണ്ട നികുതിയാണ് പൂച്ചക്കാണം. നന്ദി.